എൻ്റെ പേര് മണികണ്ഠനാണ്. മണികണ്ഠൻ വലിയ പറമ്പില്. ഞാൻ തുടക്കത്തിലുള്ള എൻ്റെ സ്ഥാപനത്തിന്റെ പേര് ഇൻഡിഫാബ് എഞ്ചിനീയറിംഗ് വർക്ക്സ്. ഇൻഡിഫാബ് എഞ്ചിനീയറിംഗ് വർക്ക്സ്. ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഏകദേശം 38 വർഷം പിന്നിട്ട് കഴിഞ്ഞു. സ്ഥാപനം തുടങ്ങാനായിട്ടുള്ള എനിക്കൊരു പ്രചോദനം വന്നത് എങ്ങനെയാ വെച്ചാല്, ഗവൺമെന്റ് ആ കാലത്ത് ഗവൺമെന്റ്, അതായത് 38 വർഷം മുന്നേ ഞാൻ പല ഫീൽഡിലും വർക്ക് ചെയ്തു. കാരണം ഞാൻ പുറത്ത് ആയിരുന്നു. ഞാൻ കർണാടകയില് ഒരു 9 വർഷം വർക്ക് ചെയ്തു. ആ കർണാടകയില് വർക്ക് ചെയ്തതിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഇവിടെ നാട്ടില് ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് ഒരു കമ്പനിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നു. അപ്പൊ ആ കാലത്ത് നമ്മൾ മെഷീനറീസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, അവിടെ കമ്പനിയിൽ വർക്ക് ചെയ്തിരിക്കുന്ന കാലത്താണ് എനിക്ക് അവിടെ നിന്ന് ഇവിടെയുള്ള കോഴിക്കോടുള്ള ഒരു കമ്പനി, ഒരു ബ്രൈറ്റ് കമ്പനി എന്നും ബിസ്ക്കറ്റ് കമ്പനി എന്നും പറഞ്ഞൊരു കമ്പനിക്കാരുണ്ടായിരുന്നു. ആ കമ്പനിക്കാരുടെ മെഷീന് കോഴിക്കോട് സ്ഥാപിക്കുകയും തലപ്പാറയിൽ സ്ഥാപിക്കുകയും ആ സമയത്താണ് എനിക്ക് ഇവിടെ അവര് എൻ്റെ അടുത്ത് നമ്മളെ സ്ഥാപനത്തിൽ വന്നുകൊണ്ട് എന്നെ നേരിട്ട് കണ്ട് ഈ കമ്പനിയിലേക്ക് എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോന്ന് വെച്ച്. അപ്പൊ ഞാൻ കർണാടക ജോലി ചെയ്യുന്നത് നമ്മൾ എറണാകുളത്തുള്ള ഒരു സ്ഥാപനത്തിലാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരെനിക്ക് നാട്ടിലെ ജോലി തരാം, കമ്പനി സ്ഥിരമായിട്ട് ജോലി തരാം എന്ന രീതിയിലാണ് ഞാൻ കേരളത്തിലേക്ക് അവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ആവശ്യം ഞാൻ വരണു, ഞാൻ ഇപ്പൊ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ ഈ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ എനിക്ക് ഇവിടുന്ന് പോരാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു. നമ്മളുടെ ഓണറായിട്ട് സംസാരിക്കണം, ഈ സ്ഥാപനത്തിന്റെ ഓണറായി സംസാരിക്കണം. അപ്പൊ അവരെന്നെ നേരിട്ട് കമ്പനി ഓണറായിട്ട് സംസാരിക്കുകയും, മലപ്പുറത്ത് തന്നെയാണ് ഈ കമ്പനി നിൽക്കുന്നത്. അപ്പൊ ആ കമ്പനി താല്പര്യം പോയിക്കോടുന്നു. അവരെന്ന് വെച്ചാൽ അവർ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഞാൻ ചെയ്തിരുന്നത് ഇത് മെഷീനറീസ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ കമ്പനിയിൽ ഇത് റിപ്പയറിനായിട്ട് ഇവിടെ നിന്ന് കേരളത്തിലേക്കായാലും കർണാടകയിലേക്കായാലും തമിഴ്നാട്, ആന്ധ്ര സ്ഥലങ്ങളെല്ലാവരും സർവീസിനായി പോകണ്ടാവും. ഈ സർവീസിന് പോയിട്ട് നമ്മൾ ആ മെഷീൻ റിപ്പയർ ചെയ്ത് അവിടെ നേരെ കമ്പനിക്ക് തന്നെ നേരിട്ട് കർണാടകയിലേക്ക് തന്നെ പോവുകയും ചെയ്യാം. അപ്പൊ കമ്പനിയിൽ നിന്ന് യാതൊരു ആനുകൂല്യങ്ങളും കിട്ടാതെ ഞാൻ ആ കാലത്ത് ഞാൻ അവിടുന്ന് റിട്ടയർമെന്റ് വാങ്ങിക്കുകയും ഇവിടേക്ക് കേരളത്തിലേക്ക് വരികയും ചെയ്തു. ഞാൻ വന്നുടനെ തന്നെ എനിക്ക് ഈ തൊഴിൽ അറിയുന്നത് കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കോഴിക്കോട് വന്നിറങ്ങിയ സമയത്ത് കോഴിക്കോടുള്ള തൃശ്ശൂരിലുള്ള ടീം എന്നെ നേരിട്ട് കാണുകയും ആ സമയത്ത് എന്നോട് പറഞ്ഞു, നമ്മളെ കമ്പനിയിലത്തെ മെഷീൻ റിപ്പയർ ആയിട്ടുണ്ട്, അതൊന്ന് ചെയ്യാമെന്ന് ഓരോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ കോഴിക്കോട് ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്, ആയതുകൊണ്ട് എനിക്ക് പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞു. അവ പറ്റില്ല, ഞങ്ങൾ വരണം, ഞാൻ കർണാടക അവിടുന്ന് ആളെ കൊണ്ടിട്ടുണ്ടല്ലോ, ഇനിയിപ്പോ നിങ്ങൾ ഇവിടെ നാട്ടിൽ വന്ന സ്ഥിതിക്ക് എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ കോഴിക്കോട് തൃശ്ശൂർകാരോട് അത് സമ്മതം മൂടുകയും ഇതനുസരിച്ച് ഇവരെന്താ ചെയ്തു, അവിടെ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ചു. ഞങ്ങൾ ഒരു 15 ദിവസം അവിടെ തൃശ്ശൂർ വർക്ക് ചെയ്തു, മെഷീനറീസ് റിപ്പയർ ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ്, അത് കഴിഞ്ഞപ്പോഴാണ് ഇവര് കോഴിക്കോടുള്ള ടീം ഇത് സംഭവം അവരറിഞ്ഞു, ഞാൻ തൃശ്ശൂർ വന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ പറഞ്ഞു. അത് നേരെ അവരറിഞ്ഞ കാരണം കൊണ്ട് ഞാൻ പിന്നെ ആ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടേക്ക് പോണത്. അവർക്ക് തൽക്കാലം ഇപ്പൊ അവിടെ വേക്കൻസി ഇല്ല എന്ന് അറിയിക്കുകയും പിന്നെ കർണാടകയിൽ മൈസൂർക്ക് പോകാനോ സാധിക്കില്ല, പോകാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നാട്ടിൽ തന്നെ ചെറിയ ചെറിയ തൊഴിലുകൾ എടുത്തിട്ട് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. കാരണം കല്ല് ചുമക്കാനായിട്ടും തേപ്പ് പണിക്കായിട്ടും പെയിന്റിങ് പണിക്കായിട്ടും മറ്റുള്ള ഒരുപാട് വർക്കിന് ഞാൻ ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ടു. വർഷങ്ങളാവും, ഒരു 3-4 വർഷം അങ്ങനെ പോയി. ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, അല്ല നിങ്ങൾ ഇങ്ങനെ എന്തിനെങ്ങനെ കഷ്ടപ്പെടുന്നത്, നിനക്ക് നല്ല തൊഴിലറിയുന്നതല്ലേ. ആ രീതിയിൽ വന്നപ്പോൾ നമുക്ക് ഗവൺമെന്റ് പഞ്ചായത്ത് പോയിട്ട് വ്യവസായ വകുപ്പ് പോയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം ചോദിക്കുകയല്ല. അന്ന് ആ കാലത്തൊക്കെ വളരെ പ്രയാസപ്പെട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അങ്ങനെ ആ കാലത്ത് ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഞങ്ങളും ഈ സുഹൃത്ത് മുഖാന്തരം ഞങ്ങൾ ബ്ലോക്കിൽ പോയി വ്യവസായ ഓഫീസറെ കണ്ടു. വ്യവസായ ഓഫീസർ നേരെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തന്നു. നേരെ ബ്ലോക്കിൽ ജില്ലാ പഞ്ചായത്ത് ഓഫീസ് പോയി, അവിടെ പോയി സംസാരിച്ചു. അങ്ങനെ ആ ഒരു അടിസ്ഥാനത്തിൽ വ്യവസായ വകുപ്പിൽ നിന്ന് ആ കാലത്ത് എനിക്കൊരു 30,000 രൂപ
ഗവൺമെന്റ് അനുവദിച്ചു തന്നു വെച്ചിട്ട് അന്ന് പിന്നെ ഞാനൊരു സ്ഥാപനം ചെറുതായിട്ട് സ്ഥാപനം ഇതേ മുക്കലപ്പിടിയാണ് സ്ഥലത്ത് ചെറിയ സ്ഥാപനം തുടങ്ങി. അതുമുന്ന് അങ്ങനെ വലുതായി ഓരോ കാര്യങ്ങൾ അന്ന് ഇൻഡസ്ട്രിയിൽ വളരെ ചുരുക്കാണ്. ആകെ വളാഞ്ചേരി ടൗണിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 4-5 ഇൻഡസ്ട്രിയിൽ ഉണ്ടാവും. ഈ പ്രദേശത്ത് ഞാൻ മാത്രമാണ് ഇൻഡസ്ട്രിയിലായിട്ട് സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്ന ആളുള്ളത്. ആ സ്ഥാപനം നടത്തിക്കൊണ്ട് പോയിരിക്കുമ്പോഴാണ് ആ കാലത്ത് നമ്മൾ ഇൻഡസ്ട്രിയിലെ തുടക്കം, അതായത് വ്യവസായ വകുപ്പിന് ആനുകൂല്യം കിട്ടിയതിന് ശേഷം നമ്മൾ ഇൻഡസ്ട്രിയിലായിട്ട് തുടങ്ങിയത്. അന്ന് ഉണ്ടായിരുന്നത് ഗേറ്റ്, ഗ്രില്ല്, കിണർമുടി അങ്ങനെയുള്ള വർക്കുകളായിരുന്നു ആ കാലത്ത് ചെയ്തിരുന്നത്. ആ കാലത്ത് പറഞ്ഞാൽ ഈ പ്രദേശത്ത് നിന്ന് ഇൻഡസ്ട്രിയലുകൾ ഇല്ല. ഞാനിവിടെ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വളാഞ്ചേരി പോയി കഴിഞ്ഞാൽ ഒരു 4-5 ഇൻഡസ്ട്രിയിൽ വളാഞ്ചേരി ഉണ്ട്. അപ്പൊ അന്ന് ചെയ്തിരുന്നത് ഈ ഷീറ്റ് വർക്ക് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഷീറ്റ് വർക്ക് ഇന്നത്തെ സിസ്റ്റം അല്ല. അന്ന് നമ്മൾ നെറ്റ് വോൾട്ട് ചെയ്യായിരുന്നു. മൊത്തം നമ്മൾ ഇവിടുന്ന് അളവെടുത്ത് പോയി സൈറ്റിൽ പോയി അളവെടുത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാം നെറ്റ് വോൾട്ട് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യുന്ന സിസ്റ്റം ആയിരുന്നു. പക്ഷെ ഇപ്പൊ അതിനൊക്കെ മാറ്റം വന്നു. അങ്ങനെയാണ് ഞാൻ ആ സ്ഥാപനം വളർത്തി വലുതാക്കി കൊടുന്നു. അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ട്രെൻഡ് വന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ട്രെൻഡ് വന്ന പ്രകാരം ആ സമയത്ത് എന്റെ മനസ്സിൽ ഒരു ആശയം ഉദിച്ചു, നമുക്ക് ഒരു സ്റ്റീലിന്റെ ഷോപ്പ് തുടങ്ങിയാൽ എന്താന്നുള്ളത്. അത് അങ്ങനെ ഞാൻ നല്ലൊരു എമൗണ്ട് ചെലവ് വരുന്ന ഒരു സംഗതിയാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഷോപ്പ് നമ്മൾ തുടങ്ങുക. അന്ന് വളാഞ്ചേരി മേഖലയിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഷോപ്പില്ല. അങ്ങനെയാണ് ഞാൻ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഷോപ്പ് തുടങ്ങിയത്. നമ്മളെ സുഹൃത്തുക്കളും കൂടിയിട്ട് എന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന 2 പേരെയും കൂട്ടിയിട്ടാണ് ഞാൻ ആ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂടാതെ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള 2 പേര്, അടുത്ത സുഹൃത്തുക്കൾ 2 പേരും കൂടി ഞങ്ങൾ 4 പേര് കൂടിയിട്ടാണ് ഈ ഫാപ്കോ സ്റ്റീൽസ് എന്ന് പറഞ്ഞ സ്ഥാപനം നമ്മുടെ വളാഞ്ചേരിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. അങ്ങനെ അതിന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ വളർന്നുകൊണ്ടിരുന്നു. ആ കാലത്ത് പൈപ്പ് ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഞങ്ങൾ ചെയ്തു. ആ പൈപ്പ് വളയ്ക്കാനുള്ള ട്രെയിനിങ്ങിൽ പങ്കെടുത്തു, കോയമ്പത്തൂർ പോയി. അങ്ങനെ അത് കഴിഞ്ഞു വന്നു. ഇവിടെ സ്റ്റീലിന്റെ വർക്കും നമ്മൾ തുടങ്ങി. അങ്ങനെ സ്റ്റീലിന്റെ സെയില് ഇവിടെ തുടങ്ങിയത് വളാഞ്ചേരിയിൽ ആദ്യമായിട്ട് ഞങ്ങളാണ്, ഫാപ്കോ സ്റ്റീൽസ് ആണ്. ഇപ്പോ 2025 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സ്റ്റീലിന്റെ ട്രെൻഡ് ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പൊ പഴയ പോലെ നമ്മളെ ഇരുമ്പിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോ സ്റ്റീലിന്റെ ട്രെൻഡ് ഒന്ന് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അതിന് നല്ല ആളുകൾ മാർക്കറ്റിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ കിട്ടാനും, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങൾ നമ്മൾ പുറത്തെ സ്റ്റേറ്റിൽ മാത്രമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് ആഴ്ചയിൽ എന്ന് പറഞ്ഞ കണക്കിൽ തമിഴ്നാട്ടിൽ പോയിട്ടായിരുന്നു സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പൊ അതേ സാധനം നമ്മുടെ നാട്ടില് സുലഭമായിട്ട് കിട്ടിക്കൊണ്ട് GST വന്ന കാരണം കൊണ്ട് GST ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് തന്നെ പറയാം. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ആ കാലത്ത് നമ്മള് സ്റ്റീൽ തുടങ്ങുന്ന സമയത്ത് വെറും സ്റ്റീലിന്റെ സ്റ്റാൻഡ് റെയിൽ, സ്റ്റെയർ കേസ്, ചാരുവടി, മറ്റുള്ള സ്റ്റീൽ കൊണ്ടുള്ള ഫർണിച്ചറുകള് എന്ന സാധനങ്ങളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതൊന്നും മാറ്റം വന്നിട്ടൊന്നുമില്ല. ഇപ്പൊ പക്ഷെ കാരണം ഇപ്പൊ സ്റ്റീല് എന്നുള്ള ട്രെൻഡ് ഒന്ന് മാറി ഇരുമ്പിലേക്ക് മാറിയിട്ടുണ്ട്. ഇരുമ്പിന്റെ വർക്കും ആ പണ്ട് ചെയ്തിരുന്ന ആ വർക്ക് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ എന്നെ സാധനം ഇൻഡസ്ട്രിയില് പഴയ കാലത്ത് തുടങ്ങിയ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഞാൻ അതിനുശേഷം ഈ സ്ഥാപനം ഫാപ്കോ സ്റ്റീൽസ് എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങി. അതിനുശേഷം ഞാൻ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഹാർഡ്വെയർ, ഇലക്ട്രിക്കൽ, പ്ലംബിങ്ങിന്റെ ഐറ്റം സാധനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആ ഷോപ്പ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ സ്റ്റാഫ് ഉണ്ട്. ഈ ഷോപ്പിൽ ഞാനും എന്റെ മോനും കൂടിയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. എന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു 8-9 പേര് സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞാല് ഞാൻ സംഘടന ഇവിടെ അസോസിയേഷൻ വേണം എന്നുള്ളത് നമ്മളുടെ ഇൻഡസ്ട്രിയില് ആളുകളുടെ ഒരു താല്പര്യം ഉണ്ടായി. ആ കാലത്ത് 2012 ഞങ്ങളെ മറ്റുള്ള ജില്ലകളിൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടി മലപ്പുറം ജില്ലയിൽ സംഘടന ശക്തമാകുന്ന 2012 ഈ 2012 ഇവിടെ തന്നെ തൊട്ടടുത്തുള്ള താജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സംഘടനയുടെ പ്രവർത്തനം. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ നമ്മുടെ സംഘടന പേരാണ്. ആ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം തുടങ്ങി. അങ്ങനെ ഞാൻ ജില്ലാ ഭാരവാഹിയായി, ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറും അതിന്റെ പ്രവർത്തനം തുടങ്ങി. അങ്ങനെ ജില്ലാ സെക്രട്ടറിയായി, അങ്ങനെ സംസ്ഥാന കമ്മിറ്റിയിലും വന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് വരെ എത്തി. എന്തായാലും സംസ്ഥാനത്ത് മൊത്തം
നമ്മുടെ കേരളത്തിലെ മൊത്തം എല്ലാ നമ്മുടെ ഇൻഡസ്ട്രിയൽ മേഖലയിൽപ്പെട്ട ആളുകളായിട്ടും ഞാൻ പരിചയം ഉണ്ട്, ബന്ധമുണ്ട് എല്ലാവരുമായിട്ടും. എവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു അഡ്രസ് ഉണ്ട്. ഈ നമുക്ക് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് നമുക്ക് അങ്ങനെ ഒരുപാട് ഗുണം ഉണ്ടായിട്ടുണ്ട്. ബിസിനസ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എന്റെ മോൻ തന്നെയാണ്. ഈ കടയിൽ എനിക്ക് പാർട്ട്നേഴ്സ്, ഈ സ്ഥാപനത്തിൽ അതായത് സ്റ്റീലിന്റെ ഷോപ്പിൽ എനിക്ക് പാർട്ട്നേഴ്സിനെ കൂട്ടായി വന്ന നേരത്തെ സൂചിപ്പിച്ചല്ലോ. പാർട്ട്നേഴ്സൊക്കെ കഴിഞ്ഞ് ഈ കൊറോണ കാലത്ത് സ്ഥാപനം വളരെ നിശ്ചലമായ രീതിയിൽ തന്നെ പറയാം. അതുമുന്ന് ആ സമയത്താണ് എനിക്ക് കൊറോണ വരികയും അതിന് ഒപ്പം എനിക്ക് സ്റ്റോക്ക് വരികയും ഒരു സൈഡ് മൊത്തം കുഴഞ്ഞു എനിക്ക് പുറത്തു വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അങ്ങനെ അതിന്റെ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ ഒരു 2 മാസം മാത്രമേ റെസ്റ്റ് എടുത്തിട്ടുള്ളത്. ബാക്കി ശേഷം ഇവിടെ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് എന്റെ പാർട്ട്നേഴ്സൊക്കെ എന്ത് ചെയ്തു, ഇനിയിപ്പോ സ്ഥാപനം മുന്നിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്, നമുക്ക് നിർത്താൻ എന്ന കണ്ടീഷൻ എത്തിയപ്പോഴും ഞാൻ അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ഞാനത് ഈ അസുഖബാധിതനായിരിക്കുന്ന സമയത്തും ഞാൻ എന്ത് ചെയ്തു, ഇത് ഏറ്റെടുത്തും കൊണ്ട് ഈ സ്ഥാപനം മുന്നിലേക്ക് കൊണ്ടുപോയി ചെയ്തു. അപ്പൊ എന്നെ സഹായിച്ചത്, ആ സമയത്ത് എന്നെ സഹായിച്ചത് എന്റെ മോനാണ്. എനിക്ക് 2 മക്കളുള്ളത്. മോളെ കല്യാണം കഴിച്ച് പോയിട്ടുണ്ട്. മോള് പാണ്ടിക്കാടുള്ളത്. അവളിപ്പോ മറ്റേ ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവന് ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ സർവീസ് സെന്റർ ആണ് പാണ്ടിക്കാട്. ഇവിടെ എന്റെ മോൻ, ഞാൻ എന്റെ വൈഫ്, എന്റെ സിസ്റ്റർ, മോന്റെ വൈഫ്, മരുമോള്, ഒരു ചെറിയ കുട്ടിയുണ്ട്. ഫാമിലി ലൈഫ് അതാണ്. അപ്പൊ എന്റെ മോൻ എന്റെ കൂടെ വന്നത് കാരണം കൊണ്ട് എനിക്ക് ഒരുപാട് ഹെൽപ്പുകൾ. കാരണം എനിക്കിപ്പോഴും വാഹനം ഓടിച്ച് പുറത്തു പോകാൻ കഴിയില്ല. എപ്പോഴും എന്റെ കൂടെ തണലായിട്ട് എന്റെ മോൻ എപ്പോഴും ഉണ്ടാവാറ്. ഗവൺമെന്റ് നല്ല സപ്പോർട്ടാണ് ഇപ്പൊ പ്രത്യേകിച്ചും. കാരണം ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനില്, ഇപ്പോഴത്തെ കാലത്ത് ഈ യുവാക്കളെ ഇതിലേക്ക് കൊണ്ടുവരാം, ബിസിനസ്. കാരണം എല്ലാവർക്കും തൊഴിൽ, ജോലി, ഗവൺമെന്റ് ജോലി ഇപ്പോ വളരെ ഇപ്പോഴത്തെ ജനറേഷനിൽ വളരെ കുറവായിട്ടാണ്. അത് PSC മുഖാന്തരമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും, കുറച്ച് താമസം വരുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴും ഗവൺമെന്റ് കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എല്ലാവർക്കും ഗവൺമെന്റ് ജോലി കൊടുക്കാൻ ഒരു ഇതില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ കേരള ഗവൺമെന്റ്, ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് ആയാലും കേരള ഗവൺമെന്റ് ആയാലും യുവാക്കളെ, യുവതികളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരണം, ബിസിനസ് രംഗത്തേക്ക് കൊണ്ടുവരണം, തൊഴിലെടുപ്പിക്കണം എന്ന രീതിയിൽ ഇത് വന്നപ്പോ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭാവിയെ കുറിച്ച് പറഞ്ഞാൽ ഈ ബിസിനസ് മുന്നിലേക്ക് കൊണ്ടുപോവുക, ഇത് നമ്മളെ കാലാവസാനം വരെ ഇത് തന്നെയാണ് പിന്നെ ഇതുള്ളത്. വേറെ ഒന്നും താല്പര്യം. സ്ഥാപനത്തിന്റെ ലൊക്കേഷൻ ഇപ്പൊ ഞാൻ ചെയ്യുന്നത്, നമ്മളെ ഒരു സ്ഥാപനം തൊട്ടടുത്ത് എന്റെ വീടിനോട് ചാരിയിട്ട് വാടകയ്ക്കായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് ഒഴിവാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി. ആ വർക്ക്ഷോപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ആ വർക്ക്ഷോപ്പ് നിലനിൽക്കുന്നതും അതിന്റെ കൂടെ തന്നെ ഇവിടെ തന്നെ വർക്ക്ഷോപ്പ്. അത് കാരണം ഇതിന് പാർട്ട്ണർമാരൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ തന്നെ ഞാനൊരു ഷോപ്പ് സെറ്റ് ചെയ്ത് ഇതിൽ തന്നെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ഈ സ്റ്റീൽ കടയിൽ തന്നെ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളായിരുന്നു നാഷണൽ ഹൈവേ ആണെങ്കിലും കൂടിയിട്ട് ഞങ്ങളെ പ്രദേശം ഒരു ഗ്രാമമാണ്. അതിന് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ സ്ഥലം കണ്ടാൽ തിരിച്ചറിയാത്ത സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഈ സ്ഥലത്ത് മുക്കിലപ്പീടിക എന്ന് പറയും. മുക്കിലപ്പീടിക പഴയ മുക്കിലപ്പീടിക അല്ല. ഇപ്പോ ഒരുപാട് നാഷണൽ ഹൈവേ വന്നു നോക്കുമ്പോ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. മുക്കിലപ്പീടിക അതൊരു ഉൾഗ്രാമമായിരുന്നു പണ്ട്.